സന്ദീപ് വാര്യർ നമുക്കിപ്പോൾ ശ്രീ സന്ദീപ് വാര്യർ, ഇപ്പോൾ നേരത്തെ കുറെ ചിത്രങ്ങൾ പുറത്തു വന്നു, അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടായിരുന്നു. അടൂർ പ്രകാശ് വിശദീകരിക്കുകയും ചെയ്തതാണ്. അതിന് പിന്നാലെ SIT ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തുകയാണ്. കോൺഗ്രസിനെ ഡിഫൻസിലാക്കുമോ? ഒരിക്കലുമില്ല. ഇതിപ്പം CPM-ന്റെ നേതാക്കളടക്കമുള്ളവർ ഏതാണ്ട് 100 ദിവസത്തിലധികമായി ജയിലിൽ കിടക്കുകയാണ്. ഈ ഘട്ടത്തിൽ എവിടെയും അതല്ലെങ്കിൽ ഉണ്ണീഷ് നമ്പൂതിരി സ്വാഭാവിക ജാമ്യം തേടി പുറത്തു വന്നു കഴിഞ്ഞു. അദ്ദേഹം ഈ പോലീസ് കസ്റ്റഡിയിലുള്ള സമയത്തോ അതല്ലെങ്കിൽ ജയിലിലുള്ള സമയത്തോ ഇത്തരത്തിൽ ഏതെങ്കിലും ആരോപണം ഉണ്ടായിരുന്നെങ്കിൽ, എന്റെ തെളിവിന്റെ ഒരു കണികയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അന്നൊന്നും ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കെതിരെ അല്ലെങ്കിൽ ശ്രീ അടൂർ പ്രകാശിനെതിരെ ഒരു അന്വേഷണത്തിനുള്ള നീക്കമോ ചോദ്യം ചെയ്യാനുള്ള നീക്കമോ ഒന്നും ഉണ്ടായില്ലല്ലോ. അപ്പോ ഇത് കുറെ കാലമായി അന്തരീക്ഷത്തിൽ CPM-ന്റെ ഒരു ഡിഫൻസ് ആണ്. ഇത് CPM-നെ ഉയർത്താവുന്ന ഏക ഡിഫൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഫോട്ടോ ആണ്. അല്ലെങ്കിൽ ഈ ഒരു ഫോട്ടോ കാണിച്ചുള്ള ഡിഫൻസിനപ്പുറം CPM-ന് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റൊരു മാർഗ്ഗമില്ല. ഉത്സവപ്പറമ്പിലെ പോക്കറ്റടിക്കാരന്റെ അവസ്ഥയിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയും CPM-ഉം എന്നുള്ളത്. അവര് കള്ളന്മാരാണെന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അമ്പലക്കള്ളന്മാരാണ്, ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചത് CPM ആണെന്ന് പൊതുസമൂഹത്തിൽ സാധാരണ നഴ്സറി കുട്ടിക്ക് പോലും ബോധ്യപ്പെട്ട സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അപ്പൊ ഞങ്ങൾ മാത്രമല്ല കള്ളന്മാർ, അതേ അവരുമുണ്ട് എന്ന രീതിയിൽ അതല്ലെങ്കിൽ മറ്റുള്ളവരെ കള്ളൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ച് ഈ മോഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമോ എന്നുള്ള പരിശ്രമം നടത്തുകയാണ്. ഇതൊക്കെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടും. ഇവര് പിണറായി വിജയന്റെ കീഴിലുള്ള പോലീസ് സംവിധാനമാണല്ലോ ഇപ്പൊ അന്വേഷിക്കുന്നത്. മൊഴിയെടുക്കട്ടെ, അദ്ദേഹം വിളിച്ചു, അദ്ദേഹം പോയി, ആർജവത്തോടു കൂടി ആ മൊഴി കൊടുത്ത് അദ്ദേഹം തിരിച്ചു വരും. തെളിവിന്റെ ഒരു കണിക പോലും ഇല്ലാത്ത അതല്ലെങ്കിൽ ഒരു തരത്തിലും ബന്ധമില്ലാത്ത ഒരു കാര്യത്തിൽ ഒരു ഫോട്ടോയുടെ അടിസ്ഥാനത്തിൽ UDF-ന്റെ കൺവീനറെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഈ സർക്കാർ പരിപാടിയിൽ ഈ ഉണ്ണീഷ് നമ്പൂതിരിയുടെ കയ്യിൽ നിന്ന് താക്കോലേറ്റ് വാങ്ങിയിട്ടുള്ള മുഖ്യമന്ത്രി ചോദ്യം ചെയ്യേണ്ടേ ആദ്യം? മുഖ്യമന്ത്രി വീട് സെർച്ച് ചെയ്യേണ്ടേ ആദ്യം? ഇതൊന്നും നടക്കുന്നില്ലല്ലോ. ഈ അന്നത്തെ ദേവസ്വം മന്ത്രിയുമായിട്ട് എത്ര ഗാഠമായ ബന്ധമാണ് ഉണ്ണീഷ് നമ്പൂതിരിക്ക് ഉണ്ടായിരുന്നത് എന്നുള്ളത് തെളിഞ്ഞിട്ടുള്ള കാര്യമല്ലേ. പലതവണ ഉണ്ണീഷ് നമ്പൂതിരിയുടെ വീട്ടിൽ പോകുന്നു, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ചടങ്ങുകൾ പങ്കെടുക്കുന്നു, തിരികെ ഊഷ്മളമായ ബന്ധമുണ്ട്. ഇതെല്ലാം അന്നത്തെ ദേവസ്വം മന്ത്രി സമ്മതിച്ചുള്ള കാര്യമല്ലേ. എന്തേ അതിലേക്ക് അറസ്റ്റിലേക്ക് പോകുന്നില്ല? ഇന്നത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമായിട്ട് എന്തേ അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല? അപ്പൊ ഇത് വാസ്തവത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും എങ്ങനെയെങ്കിലും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ പാപഭാരം തങ്ങളുടെ മാത്രമല്ല എന്ന് വരുത്തി തീർക്കാനുമുള്ള പരിശ്രമം നടത്തുകയാണ്, ബോധപൂർവമായ പരിശ്രമം നടത്തുകയാണ്. ഇതൊക്കെ മനസ്സിലാക്കാൻ ശേഷിയുള്ളവരാണ് കേരളത്തിലെ ജനങ്ങളെന്ന് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവർക്ക് ബോധ്യപ്പെടും.